മഴത്തോരും മുൻപേടെ വരാനിരിക്കുന്നൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രശ്നങ്ങളൊക്കെ എന്താണെന്നറിയാനായി തൻ്റെ കയ്യിലേക്ക് ടാനിയയെ കിട്ടാൻ വേണ്ടിയിട്ട് അലീന കുറേ സമയം ആ ഹോസ്പിറ്റൽ ഐസിയുവിൻ്റെ ഫ്രണ്ടിൽ മാറി മാറി നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ തനിച്ച് കിട്ടിയ ടാനിയയോട് അലീന പറയുന്നുണ്ട്, എനിക്ക് നിന്നോട് അത്യാവശ്യമായിട്ട് സംസാരിക്കാനുണ്ട്, ഞാൻ പറയുന്നിടത്തേക്ക് പെട്ടെന്ന് തന്നെ എത്താനായിട്ട്. അങ്ങനെ ടാനിയ റീത്താമ്മച്ചിയുടെ കണ്ണു വെട്ടിച്ച് അലീന പറഞ്ഞിടത്തേക്ക് അലീനയോട് സംസാരിക്കാനായി എത്തുന്നുണ്ട്. നടന്ന കാര്യങ്ങളെല്ലാം തന്നെ ടാനിയ അലീനയോട് പറയുകയാണ്. തൻ്റെ കാമുകനായ റോണിയെക്കുറിച്ചും അലീനയോട് പറയാതെ യാതൊരു നിവൃത്തിയില്ലെന്നും മനസ്സിലാക്കി തന്നെ ടാനിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എല്ലാം കേട്ട് കഴിഞ്ഞിട്ട് അലീന പറയുകയാണ്, ഒരാളെ പ്രണയിച്ചതൊന്നും തെറ്റൊന്നുമല്ല, എങ്കിലും തനിക്ക് പറ്റിയ ഒരു ചെറിയ തെറ്റ് എന്ന് നീ വിചാരിക്കുന്നിടത്ത് നിൻ്റെ അമ്മച്ചിയെ കൊലയ്ക്ക് കൊടുക്കാനാണ് നീ ഇപ്പോൾ നോക്കുന്നത്. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും നീ ആരോടും ഇതൊന്നും തുറന്ന് പറയാൻ കാണിക്കാത്ത ആ മനസ്സാണ് എനിക്ക് മനസ്സിലാവാതെ പോകുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ടാനിയ അലീനയോട് താൻ എന്തുകൊണ്ടാണ് ആരോടും പറയാത്തതെന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമായി പറയുകയാണ്. അലീന ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ ഒരു കാരണമായിട്ട് തോന്നുന്നുണ്ടോ നിനക്ക്? ഇതൊന്നും ഒരു കാരണമല്ല. നിൻ്റെ അമ്മച്ചിക്ക് പറ്റിയ അപകടം നീയും കൂടി വെച്ചത് തന്നെയാണ്, അല്ലെന്ന് പറയുന്നില്ല. പക്ഷേ നിൻ്റെ കാര്യത്തിൽ അനാവശ്യമായി ഇടപെടാൻ ജെറിയെ അനുവദിക്കരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ള കാര്യമാണെന്നൊക്കെ അലീന പറയുന്നുണ്ട്. എന്നാൽ ഇവർ തമ്മിൽ കാര്യങ്ങളൊക്കെ സംസാരിച്ച് നിൽക്കുന്നതിനിടയ്ക്ക് ടാനിയയെ കാണാതെ അന്വേഷിച്ചു വരുന്ന റീത്താമ്മച്ചി ഇവർ രണ്ടുപേരും നിന്ന് സംസാരിക്കുന്നതാണ് കാണുന്നത്. എല്ലാ അർത്ഥത്തിലും സഹികെട്ടുകൊണ്ട് നിൽക്കുന്ന റീത്താമ്മച്ചിക്ക് ഈ കാഴ്ച ഒട്ടും തന്നെ സഹിക്കാൻ കഴിയുന്നതായിരുന്നില്ല. ഒന്നും ചോദിക്കാതെ തന്നെ ടാനിയയുടെ മുഖത്തേക്ക് അടിക്കുകയാണ്. അവളെ അടിച്ചതിന് ശേഷം റീത്താമ്മച്ചി ചോദിക്കുന്നുണ്ട്, നീ എന്നെയും പറ്റിക്കാൻ തുടങ്ങിയല്ലോ, നിനക്ക് ഇത്രയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടും സമാധാനം കിട്ടുന്നില്ല, ഇനി ആരെയാടി നിനക്ക് കൊലയ്ക്ക് കൊടുക്കേണ്ടതെന്ന് ചോദിച്ചുകൊണ്ട് ടാനിയുടെ കൈ പിടിച്ച് വലിച്ചുകൊണ്ട് റീത്താമ്മച്ചി ആ ഐസിയുവിൻ്റെ ഫ്രണ്ടിലേക്ക് തന്നെ നടക്കുകയാണ്. അലീന തടുക്കാനോ തടയാനോ ഒന്നും തന്നെ നിന്നില്ല. കാരണം അതൊക്കെ ചെയ്യേണ്ട ഉത്തരവാദിത്തം അല്ലെങ്കിൽ പ്രായവും പക്വതയും അവൾക്കുണ്ട്. എന്നിട്ടും ഈ അടിയും കൊണ്ട് അടിമത്വം കാണിച്ച് ജീവിക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് അലീന സ്വയം അവിടെ തന്നെ നിൽക്കുകയാണ്. എന്നാൽ ചേച്ചി എന്താണ് എന്നെ അടിച്ചത് കണ്ടിട്ടും പ്രതികരിക്കാതെ നിൽക്കുന്നത് എന്ന ഭാവത്തിൽ ടാനിയ അലീനയെ തിരിഞ്ഞു നോക്കിക്കൊണ്ടാണ് നടന്നു പോകുന്നത്. അലീനയ്ക്ക് ഒന്നും പറയാനുണ്ടായിരുന്നില്ല. അലീന എന്നാൽ വളരെ വിഷമത്തോടു കൂടി തന്നെ അവിടെ നിൽക്കുകയാണ്. എന്നാൽ ഇതേ സമയത്ത് കൊളുത്തൂപ്പുഴയിൽ നടക്കുന്നത് മറ്റു ഒരു കാര്യമാണ് കേട്ടോ. ടോജോയും ടെൽസമോളും കൊളുത്തൂപ്പുഴയിലെ സ്റ്റാൻലി ജോസഫിൻ്റെ വീട്ടിൽ വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ്. ഈ സമയത്താണ് ഹോസ്പിറ്റലിൽ നിന്നും സ്റ്റാൻലി ജോസഫും അവിടേക്ക് എത്തുന്നത്. സ്റ്റാൻലി ജോസഫിനെ കണ്ട ടോജോ ഓടി വന്ന് അവനെ കെട്ടിപ്പിടിക്കുന്നൊക്കെയുണ്ട്. അവനോട് ചോദിക്കുന്നുണ്ട്, നീ ഇപ്പോഴും ഉഷാറായില്ലേടാ മോനെ എന്നൊക്കെ. അങ്ങനെ ടോജോയും സ്റ്റാൻലി ജോസഫും സംസാരിച്ച് നിൽക്കുന്നതിനിടയിലേക്ക് ടെൽസമോളും വരുന്നുണ്ട്. ടെൽസമോളോടായി സ്റ്റാൻലി ജോസഫ് ചോദിക്കുന്നുണ്ട്, മോൾക്ക് ചേച്ചി ഫുഡൊക്കെ ഉണ്ടാക്കി തന്നോ എന്ന്. അപ്പോഴാണ് ടെൽസ പറയുന്നത്, ചേച്ചി എനിക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി തന്നപ്പോൾ അന്ന് നടന്ന കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ടെന്ന്. സ്റ്റാൻലി ജോസഫ് ഒന്നും മനസ്സിലാവാത്ത രീതിയിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിനൊന്നും അറിയത്തില്ലല്ലോ, അങ്ങനെ അദ്ദേഹം ചോദിക്കുകയാണ് എന്ന് നടന്ന കാര്യങ്ങളെന്ന്. എന്നാൽ ടോജോ ടെൽസമോളോട് കണ്ണടച്ച് കാണിക്കുന്നുണ്ട് ഒന്നും പറയണ്ട എന്ന്. അലീന പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇനി ഇത് പപ്പയോടൊന്നും പറയരുതെന്ന്. എന്നാൽ മറന്നു പോയിരുന്നു പാവം. അതുകൊണ്ട് തന്നെ അവൾ സ്റ്റാൻലി ജോസഫിനോടായി പറയുന്നുണ്ട്, അല്ല അമ്മച്ചി സ്റ്റെപ്പിൽ നിന്ന് വീണില്ലായിരുന്നോ ആ കാര്യം? ഓ, അമ്മച്ചി വീണ കാര്യമാണോ നീ പറയുന്നത് എന്ന് ചോദിക്കുകയാണ്. ആ, അമ്മച്ചി വീണില്ലേ, അത് നമ്മുടെ ടാനിയയും ജെറിച്ചേട്ടനും കൂടിയും വഴക്കിട്ടത് കൊണ്ടല്ലേ, ആ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു എന്ന് വീണ്ടും തീർത്ത് പറയുകയാണ്.
ഇത് കേൾക്കുന്ന സ്റ്റാൻലി ജോസഫിന് അതിശയം തോന്നുകയാണ്. ഇതെല്ലാം അലീനയോട് അവൾ പറഞ്ഞിട്ട് അലീന ഒന്നും അറിയാത്ത ഭാവത്തിൽ എന്തുകൊണ്ടായിരിക്കും തന്നോട് മറച്ചു വെച്ചതെന്ന്. ടെൽസമോളെയും കൊണ്ട് സ്റ്റാൻലി ജോസഫ് അകത്തേക്ക് പോകുന്നുണ്ട്. ടെൽസമോളെ അവിടെ പിടിച്ചിരുത്തതിന് ശേഷം സ്റ്റാൻലി ജോസഫ് ഓരോന്നായി ചോദിച്ച് മനസ്സിലാക്കുകയാണ്. അങ്ങനെ അലീനയോട് പറഞ്ഞതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും തന്നെ സ്റ്റാൻലി ജോസഫിനോടും ടെൽസമോള് പറയുകയും സ്റ്റാൻലി ജോസഫ് എല്ലാം മനസ്സിലാക്കുകയും ചെയ്യുന്നു. ജെറിച്ചേട്ടനുമായി അലീന ചേച്ചി വഴക്കുണ്ടാക്കിയെന്നും അലീന ചേച്ചിയുടെ കയ്യിൽ കുപ്പിച്ചില്ലുകൊണ്ട് മുറിവേൽപ്പിച്ചുമെന്നും അത് കഴിഞ്ഞ് ജെറിച്ചേട്ടൻ അവിടെ നിന്നും ഓടിപ്പോയെന്നുമുള്ള കാര്യങ്ങളെല്ലാം തന്നെ സ്റ്റാൻലി ജോസഫ് അറിയുന്നുണ്ട്. സ്റ്റാൻലിക്ക് വല്ലാത്ത കലി കയറി നിൽക്കുകയാണ്. അവനെ കണ്ടെത്താനായി ഇനി താൻ എന്താണ് ചെയ്യുക, അല്ലെങ്കിൽ അവനെ തൻ്റെ കയ്യിൽ കിട്ടണമല്ലോ എന്നുള്ള വല്ലാത്തൊരു ദേഷ്യത്തോടു കൂടി നിൽക്കുന്ന സ്റ്റാൻലി ജോസഫിൻ്റെ മുമ്പിലേക്ക് എത്തുന്നത് ഏലിയാസും ചാൻകുഞ്ഞും കൂടിയാണ്. മറ്റൊന്നിനുമല്ല വന്നിരിക്കുന്നത്. റീത്താമ്മച്ചി അവരെ ഒന്നും രണ്ടും പറഞ്ഞ് ഇളക്കി വിട്ടിരിക്കുക തന്നെയാണ്. കുട്ടികളെ തിരിച്ചു കൊണ്ടുപോകണം, അത് മാത്രമാണ് വന്നവരുടെ ലക്ഷ്യം. ഏലിയാസും ചാൻകുഞ്ഞും വന്ന് നിന്ന് കാറിൽ നിന്നും ഇറങ്ങാതെ തന്നെ കാറിൽ ഇരുന്നു കൊണ്ട് ഹോൺ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരെങ്കിലും പുറത്ത് വരികയാണെങ്കിൽ കുട്ടികളോട് ഇറങ്ങി വരാൻ പറയണം, അവരെ തൻ്റെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോകണം. ഇത് മാത്രമാണ് വന്നവരുടെ ഉദ്ദേശം. രണ്ടുപേരും കൂടി വന്നതെന്തിനാണെന്ന് വെച്ചാൽ ഒന്നും രണ്ടും പറഞ്ഞ് സ്റ്റാൻലി ജോസഫ് എന്തെങ്കിലും മുടക്കുണ്ടാക്കുകയാണെങ്കിൽ സ്റ്റാൻലി ജോസഫിൻ്റെ അടുത്ത് ഒരാൾക്ക് മാത്രമായിട്ട് പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല. അറിയാലോ, സ്റ്റാൻലി ജോസഫ് കണ്ടമാനം വർത്താനം പറയും അവരോട്. സ്റ്റാൻലി ജോസഫിൻ്റെ സംസാരത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കാനുള്ള കെൽപ്പൊന്നും സാധാരണക്കാരായ ഇവർക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ നിർത്താതെയുള്ള വണ്ടിയുടെ ഹോണടി കേട്ടിട്ട് തന്നെ സ്റ്റാൻലി ജോസഫിന് തല പുകയുന്ന പോലെ തോന്നി. സ്റ്റാൻലി ജോസഫ് പൗലോച്ചായനെ അലറി വിളിച്ചു. പൗലോസേ, ആരാണ് ഈ പുറത്ത് കിടന്ന് പ്രാന്ത് പിടിച്ച പോലെ ഹോൺ അടിക്കുന്നതെന്ന് ഒന്ന് പോയി നോക്കിയെന്ന് പറയാണ്. പൗലോസ് ചെന്ന് നോക്കുമ്പോൾ വേറെ ആരുമല്ല, നമ്മുടെ എൽസമ്മയുടെ സഹോദരങ്ങളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അകത്തേക്ക് പോയിട്ട് കേണൽ സാബിനോട് വന്നതാരാണെന്ന് പറയുകയാണ്. വന്നവരാരാണെന്ന് അറിഞ്ഞതോടെ സ്റ്റാൻലി ജോസഫിന് അരിശം കൂടി. അദ്ദേഹം ചാടി പുറത്തേക്ക് ഇറങ്ങി. അദ്ദേഹം ചോദിച്ചു, എടാ, ഇതൊക്കെ നിനക്കൊക്കെ പണിതിട്ടിരിക്കുന്ന റോഡാണെന്ന് കരുതിയോ? തോന്നിയ പോലെ വീട്ടുമുറ്റത്ത് വന്ന് കിടന്ന് ഇങ്ങനെ വണ്ടിക്ക് ഹോൺ ഉണ്ടെന്ന് കരുതി അടിച്ചോണം ഇങ്ങനെ ഹോൺ അടിച്ചുകൊണ്ടിരിക്കാൻ? നിനക്കൊക്കെ എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ മാന്യമായി മുഖത്ത് നോക്കി സംസാരിക്കണം എടാ, അതാണ് ആണത്വം എന്ന് സ്റ്റാൻലി ജോസഫ് പറഞ്ഞതോടെ ഏലിയാസ് വണ്ടിയിൽ നിന്നും ചാടി ഇറങ്ങി. അയാൾ ചോദിച്ചു, ആളില്ലാത്ത വീട്ടിൽ കയറി കുട്ടികളെ തട്ടിക്കൊണ്ടു പോണത് ഏത് വക ആണത്വമാണ് എന്ന്. സ്റ്റാൻലി ജോസഫ് ചോദിച്ചു, അതാണത്വമല്ല. കാരണം ഇവരെ ഇവിടെ കൂട്ടിക്കൊണ്ടു വന്നത് എൻ്റെ മൂത്ത മകളാണ്. അവളാണല്ല, പെണ്ണാണല്ലോ. അപ്പം പിന്നെ ആണത്വമെന്ന് പറയാൻ പറ്റില്ല. അവൾക്ക് ഇവർക്ക് നേരെയുള്ള അധികാരം, അതാണ് അവൾ അവിടെ കാണിച്ചത്. അവൾ ആ വീട്ടിലേക്ക് എത്തുമ്പോൾ ഈ രണ്ട് കുഞ്ഞുങ്ങൾ തനിച്ചാണെന്ന് മനസ്സിലാക്കി അവൾ അവരെ തിരിച്ച് അവരുടെ അച്ഛൻ്റെ കൈകളിൽ കൊണ്ടുവന്ന് ഏൽപ്പിച്ചു. ഇതിൽ എന്താണ് നീയൊക്കെ കാണുന്ന തെറ്റ് എന്ന് ചോദിക്കുകയാണ് സ്റ്റാൻലി ജോസഫ്. ഏലിയാസ് ഒരു പുച്ഛഭാവത്തിൽ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, കൊള്ളാം, അച്ഛനാണ് പോലും, നന്നായിട്ടുണ്ട്. എവിടത്തെ അച്ഛനാണെന്ന് കൂടി ഒന്ന് പറഞ്ഞു തരണം. മക്കളെ തിരിഞ്ഞുപോലും നോക്കാത്ത ഒരച്ഛൻ. ഒരു അച്ഛനും മകളും കൂടി ഇപ്പോൾ സംരക്ഷകരായിട്ട് എത്തിയിരിക്കുന്നു. ഭാര്യയെ തലപൊളിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടിട്ടാണ് പ്രസംഗിക്കുന്നത് എന്ന് ഏലിയാസ് പറഞ്ഞപ്പോഴേക്കും സ്റ്റാൻലി ജോസഫ് ചോദിക്കുന്നുണ്ട്, നീയൊക്കെ അറിഞ്ഞോടാ എന്താണ് കാരണമെന്ന്? അല്ല, നിൻ്റെയൊക്കെ വർത്താനം കേട്ടാൽ തോന്നുമല്ലോ ഞാൻ ആ വീട്ടിൽ കയറി വന്ന് അവളെ പിടിച്ചടിച്ചു, അവളെ തല വലിച്ചെറിഞ്ഞു പൊട്ടിച്ചു എന്നൊക്കെ. അല്ല, നിൻ്റെയൊക്കെ ഈ ബുദ്ധിയില്ലാത്ത വർത്താനം കേട്ടിട്ട് പിന്നെ എങ്ങനെയാണ് ഞാൻ സംസാരിക്കേണ്ടതെന്ന് സ്വയം തന്നെ പറയാണ് സ്റ്റാൻലി ജോസഫ്. ഏലിയാസ് തന്നെയാണ് കേട്ടോ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ഇത്രയും നാളും അവർ രണ്ടുപേരും ആ കുട്ടികളുമായിട്ട് അവിടെ സ്വസ്ഥതയും സമാധാനത്തോടും കൂടി ജീവിച്ചുകൊണ്ടിരുന്നതാണ്.
നീയൊക്കെ ഒരു പെണ്ണെന്ന് പറഞ്ഞുകൊണ്ട് നിൻ്റെ മകളെന്നും പറഞ്ഞുകൊണ്ട് ഒരു പെണ്ണിനെ അങ്ങോട്ട് അയച്ചതോടു കൂടിയാണ് അവിടുത്തെ സന്തോഷവും സമാധാനവും ഒക്കെ നഷ്ടപ്പെട്ടത്. എന്നിട്ടിപ്പോൾ ഒന്നും അറിയാത്തതുപോലെ സംസാരിക്കുന്നു. നാണമില്ലേ സ്റ്റാൻലി നിനക്ക്? നാണവും മാനവുമില്ലാത്തത് നിനക്കൊക്കെയാടാ. നീ ഇപ്പോൾ ഞാനുമായി തല്ലുണ്ടാക്കാൻ വന്നത് പോലും നിൻ്റെ ആ മൂത്ത സഹോദരി പറഞ്ഞ വാക്കുകൾ കേട്ടിട്ടല്ലേ? കുടുംബങ്ങൾക്കിടയിൽ ഇങ്ങനെ തല്ലുണ്ടാക്കാൻ നിൻ്റെ ആ ചേച്ചി കഴിഞ്ഞിട്ട് തന്നെയുള്ളൂ വേറെ ആരും എന്ന് സ്റ്റാൻലി ജോസഫ് അല്പം കടുപ്പിച്ച് തന്നെ പറയുന്നത് കേട്ടിട്ട് സാമുവലിന് ദേഷ്യം വന്നു. ഒന്നും മിണ്ടാതെ കാറിലിരുന്ന സാമുവൽ കാറിൽ നിന്നും ഇറങ്ങിയിട്ട് സ്റ്റാൻലി ജോസഫിനോടായി പറയുന്നുണ്ട്, നീ വെറുതെ ആവശ്യമില്ലാത്തതൊക്കെ പറഞ്ഞ് വെറുതെ പ്രശ്നങ്ങൾ കൂട്ടാൻ നിൽക്കണ്ട സ്റ്റാൻലി ജോസഫ്. തൻ്റെ അന്തസ്സും മര്യാദയൊക്കെ എവിടെ നിന്നോ ഒരു പെണ്ണ് വന്ന് കയറിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായതാണ്. 23 വർഷങ്ങൾക്ക് ശേഷം മകളാണെന്ന് പറഞ്ഞ് ഇവിടെ കയറ്റിയിരുത്തിയിരിക്കുന്ന പെണ്ണുണ്ടല്ലോ, അവൾ ആരാണെന്നൊക്കെ ഞങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തിക്കൊള്ളാം. എന്നിട്ടാവാം തൻ്റെ ഈ വലിയോടത്തെ വർത്തമാനങ്ങളൊക്കെ എന്ന് സാമുവൽ സ്റ്റാൻലി ജോസഫിനോടായി പറയുന്നുണ്ട്. സ്റ്റാൻലി ജോസഫ് മറുപടി എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് തന്നെ സാമുവൽ പറയാണ്, ഇപ്പോൾ തൽക്കാലം ഞങ്ങളുടെ സഹോദരി ഹോസ്പിറ്റലിൽ ഇങ്ങനത്തെ ഒരവസ്ഥയിൽ കിടക്കുമ്പോൾ താനുമായി മറ്റൊരു സംസാരത്തിനൊന്നുമല്ല ഞങ്ങൾ വന്നത്. അവളുടെ കുഞ്ഞുങ്ങളെ വീട്ടിൽ കൊണ്ടുപോയി ആക്കണം. ആരുമില്ലെന്ന് പറഞ്ഞുകൊണ്ടല്ലേ നിങ്ങളിപ്പോൾ തൽക്കാലം കുഞ്ഞുങ്ങളെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത്. അതിൻ്റെ ഒന്നും ആവശ്യം ഞങ്ങൾക്കില്ല. സ്റ്റാൻലി ജോസഫ് തൻ്റെ എല്ലാ നിയന്ത്രണവും വിട്ട് തന്നെയാണ് ഇവരോട് നിന്ന് സംസാരിക്കുന്നത്. തൻ്റെ മകൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് സ്റ്റാൻലി ജോസഫിന് വല്ലാത്ത ദേഷ്യം തോന്നുന്നുണ്ടെങ്കിലും അവരോട് ഒന്നും എതിർത്ത് പറയാതെ സഹിച്ച് തന്നെയാണ് അവർ പറയുന്നതെല്ലാം കേട്ട് നിൽക്കുന്നത്. സ്റ്റാൻലി ജോസഫ് കുറേ സമയം ക്ഷമിച്ച് തന്നെ നിന്നിട്ടും അദ്ദേഹം ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് എൻ്റെ മുമ്പിൽ നിന്ന് ഇങ്ങനെ സംസാരിക്കുന്നത്? അല്ലെങ്കിൽ തന്നെ ഇത്രയും കാലം അവരെ നോക്കിയതും അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തതും ഞാനാണെന്ന് നന്നായിട്ട് നിങ്ങൾക്കറിയാം. എന്നിട്ടും എൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് സാധിക്കുന്നതെന്ന് സ്റ്റാൻലി ചോദിക്കുന്നുണ്ട്. ഇത് കേൾക്കുന്ന സാമുവൽ പറയാണ്, കുറെ പണം അയച്ചു കൊടുത്തു എന്ന് കരുതി മാത്രം എല്ലാം മായെന്ന് വിചാരിക്കരുത്. അപ്പോൾ സ്റ്റാൻലി ചോദിക്കുന്നുണ്ട്, ഒരാളുടെ സഹായം മാത്രമുണ്ടെങ്കിൽ എല്ലാം നടക്കുമോ? പണത്തിന് പണവും ആൾക്ക് ആളും വേണമെന്നല്ലേ പഴഞ്ചൊല്ല്? അത് എൻ്റെ പാതി ഞാനും അവളുടെ പാതി അവളും ചെയ്തിരുന്നു. അതിലെന്താണ് ഇത്ര തെറ്റ്? അല്ലെങ്കിൽ തന്നെ ഇതൊക്കെ നാട്ടിൽ നടക്കുന്ന സാധാരണ കാര്യങ്ങളല്ലേ? ഭാര്യയും ഭർത്താവും വഴക്കിട്ട് നിൽക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങൾ അവരുടെ അമ്മയ്ക്കൊപ്പമായിരിക്കാം. നിങ്ങളുടെ വർത്തമാനം കേട്ടാൽ ഈ ലോകത്തിൽ ആദ്യമായി സംഭവിക്കുന്ന കാര്യം പോലെയാണ് നിങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് സ്റ്റാൻലി പറയാണ്. അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ഈ അവസ്ഥയിൽ എൽസ ഹോസ്പിറ്റലിൽ കിടക്കുന്നതിന് പിന്നിലും ഞാനും ഒന്നും അറിയാതെ ഇന്നലെ കയറി വന്ന എൻ്റെ മകളുമാണെന്ന് നിങ്ങൾ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ല, നിങ്ങൾ എന്താണ് അറിഞ്ഞു വെച്ചിരിക്കുന്നതെന്ന് സ്റ്റാൻലി ജോസഫ് സാമുവലിനോടും ഏലിയാസിനോടായി ചോദിക്കുന്നുണ്ട്. ഏലിയാസാണ് അതിന് മറുപടി പറയുന്നത്. താനും തൻ്റെ മകളും ആ വീട്ടിൽ വന്ന് കയറിയതിന് ശേഷം ആ വീട്ടിൽ സ്വസ്ഥതയും സമാധാനവും ഇല്ലാതെയായി. അവൾക്ക് ബിപിയും പ്രഷറും എല്ലാം കൂടി അവൾ പെട്ടെന്ന് തലകറങ്ങി വീണതാണ്. ഓ, അത് ശരി. അലീൻ അവിടെ നിന്നും ആ വീട്ടിൽ നിന്നും പോന്നിട്ട് 2 ദിവസത്തോളമായി. അതിന് ശേഷമാണോ ഇതൊക്കെ ആലോചിച്ച് നിങ്ങളുടെ സഹോദരിക്ക് ബിപി കയറിയതൊക്കെ? കഷ്ടം തന്നെ. ഇങ്ങനെയുണ്ടോ മനുഷ്യന്മാർ? ആരെങ്കിലും എന്തെങ്കിലും മണ്ടത്തരങ്ങൾ പറയുമ്പോഴേക്കും അത് അതേപോലെ വിശ്വസിക്കുക. നിങ്ങളൊരല്പം ലോജിക്ക് വെച്ച് ചിന്തിച്ചു നോക്കിയോ? ഇത്രയ്ക്കും ക്രിട്ടിക്കലായിട്ട് അവൾ എങ്ങനെയാണ് ഒരു സ്റ്റെപ്പിൽ നിന്നും തല കറങ്ങി വീഴുമ്പോഴേക്കും അവൾക്ക് നട്ടെല്ലിനൊക്കെ ചതവ് പറ്റുന്നതെന്നൊക്കെ? ഇല്ല, അതൊന്നും നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള ശേഷിയില്ലാഞ്ഞിട്ടാണോ? അല്ലെങ്കിൽ എന്താ അതിനെ പറയേണ്ടതെന്ന് പോലും എനിക്കറിയില്ലെന്നൊക്കെ സ്റ്റാൻലി ജോസഫ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സാമുവൽ സേവിച്ചന് മുഖത്തോടി മുഖം നോക്കുന്നുണ്ട്. സാമുവൽ സ്റ്റാൻലിയോടായി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താണ് ഈ വളച്ചൊടിച്ച് പറയാൻ ശ്രമിക്കുന്നത്? പറയാൻ ശ്രമിക്കുന്നു എന്നല്ല, സത്യാവസ്ഥ എന്തെന്ന് ഞാൻ അന്വേഷിച്ചു എന്നത്. സത്യം സത്യമായി നിങ്ങൾക്കറിയണമെങ്കിൽ അത് ഞാൻ പറഞ്ഞു തരാമെന്നു. നിങ്ങളുടെ മൂത്ത സഹോദരി പുണ്യവാളത്തി പറഞ്ഞ വാക്കുകളായിരിക്കും നിങ്ങളെ
ഒരല്പം വെള്ളം പോലും തൊടാതെ അങ്ങ് വിഴുങ്ങി നിൽക്കുന്നത് അല്ലേ? എനിക്കൊന്നും പറയാനില്ല. എങ്കിലും എന്നെയും എൻ്റെ മകളെയും കുറ്റപ്പെടുത്തുമ്പോൾ ഞാനൊന്ന് പറഞ്ഞോട്ടെ. നിങ്ങൾ ഈ പറയുന്ന നിങ്ങളുടെ പുന്നാര പെങ്ങളെ സ്റ്റെപ്പിൽ നിന്നും വലിച്ച് താഴേക്ക് എറിഞ്ഞത് അവിടെയുള്ള മറ്റൊരു സഹോദരിയുടെ മകനാണ്. തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച് നടക്കുന്നവൻ ജെറി. അതറിയുമോ നിങ്ങൾക്ക്? ഇല്ല, അതൊന്നും നിങ്ങൾക്കറിയണ്ട. സ്റ്റാൻലി ജോസഫിൻ്റെ വായിൽ നിന്നും വീണ ആ വാക്കുകൾ കേട്ട് ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ് സാമുവലും ഏലിയാസും. കുറച്ചു സമയത്തെ നിശബ്ദതയ്ക്ക് ശേഷം സാമുവൽ ചോദിക്കുന്നുണ്ട്, കൊള്ളാം, പുതിയ തന്ത്രങ്ങൾ. നിന്റെ മകളെ കൊണ്ടുവന്നത് നിർത്തി കുറച്ച് ഉടക്കും വഴക്കും അവിടെ ഉണ്ടാക്കാൻ ശ്രമിച്ചു. അതൊന്നും നടക്കാതെയായപ്പോൾ വാലും ചുരുട്ടി വന്നതിനേക്കാൾ സ്പീഡിൽ അവൾ അങ്ങ് പോയി. ഇപ്പോൾ നീ ഇറങ്ങി തിരിച്ചിരിക്കുകയായിരിക്കും. 2 കുഞ്ഞുങ്ങളെ കുറച്ച് സമയത്തേക്ക് നിന്റെ കയ്യിൽ കിട്ടിയപ്പോൾ അവരെ വെച്ചിട്ട് പുതിയ തന്ത്രങ്ങളും കഥകളും ഉണ്ടാക്കാൻ അല്ലേ? അല്ലാതെ ഇത്രയും കാലം ഒരു കുടുംബം പോലെ 2 അമ്മയും 4 മക്കളും ആ വീട്ടിൽ ജീവിച്ചിട്ട് ഇന്നേ വരെ സംഭവിക്കാത്തൊരു കാര്യമാണ് നിന്റെ നാവിൽ നിന്നും ഈ കേൾക്കുന്നതെന്ന് സാമുവൽ ഒരു വാക്ക് പോലും വിശ്വസിക്കാൻ കഴിയാതെ സ്റ്റാൻലി ജോസഫിനെ കുറ്റപ്പെടുത്താണ്. സ്റ്റാൻലി പറയുന്നുണ്ട്, എങ്കിലും നിങ്ങളുടെ ജെറിമോനെ ഒന്ന് വിളിച്ചു നോക്കൂ. അവൻ ആ വീട്ടിൽ ഇപ്പോൾ തന്നെ ഉണ്ടോയെന്ന്. അല്ല, നിങ്ങൾ പറഞ്ഞില്ലേ 2 കുഞ്ഞുങ്ങളെ തനിച്ചിട്ട് പോയതല്ലെന്ന്. അവരെ സ്റ്റാൻലി ജോസഫിൻ്റെ മക്കളെ നോക്കാനായി നിങ്ങൾ ജെറിമോനെ ഏർപ്പാട് ചെയ്തായിരുന്നല്ലോ. എന്നിട്ടിപ്പോൾ അവൻ എവിടെ പോയി എന്നുകൂടി ചോദിക്കുകയാണ്. അവർക്കതിന് മറുപടി ഒന്നും ഉണ്ടായിരുന്നില്ല. ശരിയാണ്, ജെറി ഹോസ്പിറ്റലിലേക്ക് വന്നിട്ടില്ല. വീട്ടിലും അവനുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണല്ലോ അലീന ചെന്നപ്പോൾ ആ വീട്ടിലെ കുട്ടികൾ തനിച്ചാണെന്ന് പറഞ്ഞ് അവരെയും വിളിച്ച് പോയതെന്ന്. 2 പേരും മുഖത്തോട് മുഖം നോക്കി എന്തൊക്കെയാണ് ഈ പറയുന്നതെന്ന് ആംഗ്യ ഭാഷയിൽ ചോദിക്കുമ്പോൾ സ്റ്റാൻലി ജോസഫ് പറയുന്നുണ്ട്, അവൻ വെറുതെ ഒന്നും നാടുവിട്ടതല്ല. അലീന അവിടെ വന്ന് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയെന്നറിഞ്ഞപ്പോൾ അലീന അവൻ്റെ പോക്ക് തടയാൻ ശ്രമിച്ചപ്പോൾ എൻ്റെ മകളെയാണ് അവൻ ഉപദ്രവിച്ചിരിക്കുന്നത്. അവളുടെ ശരീരത്തിൽ നിന്നും അവൻ്റെ ഒരു നഖം കൊണ്ട് പോലും ഒരു പോറൽ അവൾ കയറ്റിയിട്ടുണ്ടെന്ന് ഞാൻ കണ്ടു കഴിഞ്ഞാൽ അവനെ ഞാൻ വെറുതെ വിടുമെന്ന് നിങ്ങൾ ആരും വിചാരിക്കണ്ട. അത് കഴിഞ്ഞ് സ്റ്റാൻലി ജോസഫ് അവരോടായി പറയുന്നുണ്ട്, വന്ന പോലെ തന്നെ നിങ്ങൾക്ക് തിരിച്ചു പോകാം. കുഞ്ഞുങ്ങളെ ഇപ്പം തൽക്കാലം ഞാൻ നിങ്ങൾക്കൊപ്പം വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇതിന് 2-1 തീരുമാനം അറിയാതെ എന്തായാലും സ്റ്റാൻലി ജോസഫ് പിന്നിലേക്കില്ലെന്ന് തന്നെ നിങ്ങളെ ഇങ്ങോട്ട് അയച്ച റീത്താമ്മച്ചിയോട് തന്നെ പറഞ്ഞേക്ക്. എന്നോട് മര്യാദക്ക് നിന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കെല്ലാവർക്കുമെതിരെ ഞാൻ കേസ് കൊടുക്കും. എൽസ ഇന്ന് ICUയിൽ കിടക്കുന്നത് എങ്ങനെയാണെന്നുള്ളതിന് നിങ്ങളെല്ലാവരും ഉത്തരവാദിത്തം പറയേണ്ടി വരുമെന്ന് കൂടി സ്റ്റാൻലി ജോസഫ് പറയാണ്. സാമുവലിനും ഏലിയാസിനും എന്ത് തിരിച്ച് മറുപടി പറയണമെന്നറിയാതെ അവർ പരസ്പരം തീരുമാനമെടുക്കുകയാണ് കുട്ടികളില്ലാതെ തന്നെ പോകാമെന്ന്. സ്റ്റാൻലി ജോസഫ് പോകാൻ നേരത്ത് അവരോട് പറയുന്നുണ്ട്, ഇത്രയും കാലം നിങ്ങളെയൊക്കെ വെച്ച് ഭരിക്കുകയല്ലായിരുന്നോ റീത്ത? അവളോട് പോയി ഒന്ന് ചോദിച്ചേക്ക് എന്താണ് ഇതിൻ്റെയൊക്കെ സത്യാവസ്ഥ എന്ന്. എല്ലാത്തിനും ഇടവും വലവും നിൽക്കുന്ന 3-4 സഹോദരന്മാരല്ലേ, എന്തിനാണ് കള്ളങ്ങൾ പറഞ്ഞ് കബളിപ്പിക്കുന്നതെന്ന് കൂടി സഹോദരിയോടൊന്ന് ചോദിച്ചേക്ക്. ഗുണ്ടായുസത്തിന് ഇറങ്ങുമ്പോൾ ഇറങ്ങുന്നതല്ലല്ലോ, ഇറക്കി വിടുന്നതല്ലേ. അങ്ങനെ ഇറക്കി വിടുമ്പോൾ അവരോട് റീത്തയോടൊന്ന് പറഞ്ഞേക്ക് സത്യാവസ്ഥകളൊക്കെ പറഞ്ഞിട്ടും വേണം ഈ ഗുണ്ടായുസത്തിനൊക്കെ ഇറക്കി വിടാനെന്ന്. പിന്നെ നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ ജെറിയെ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ ഇട്ട് തന്നേക്കാം. അവൻ സത്യങ്ങളൊക്കെ വിളിച്ചു പറയുന്നത് തന്നെ നിങ്ങൾക്ക് ഞാൻ കേൾപ്പിച്ചും തന്നേക്കാം എന്ന് പറയാണ്. ഇതെല്ലാം കേട്ടുകൊണ്ട് തന്നെ നാണം കെട്ട അവസ്ഥയിലായി സാമുവലും ഏലിയാസും. അവർക്ക് എന്ത് പറയണമെന്ന് പോലും അറിയുന്നില്ല. സത്യത്തിൽ അവർക്ക് ആ സമയത്ത് മനസ്സിൽ ദേഷ്യം തോന്നിയത് അവരുടെ സഹോദരിയോട് തന്നെയാണ്. അവർ ഇവിടേക്ക് പറഞ്ഞയക്കുമ്പോൾ സത്യാവസ്ഥ ഉള്ളത് എങ്കിലും അവരോട് പറയാമായിരുന്നുവെന്ന് കാറിലിരുന്നു കൊണ്ട് പരസ്പരം അവർ സംസാരിക്കുകയാണ്. റീത്തയോട് ചെന്നിട്ട് ഇതിനെക്കുറിച്ച് ചോദിച്ചറിയുക തന്നെ വേണമെന്ന് സാമുവലും ഏലിയാസും പറയുന്നുണ്ട്. സ്റ്റാൻലി ജോസഫ് പറഞ്ഞതൊക്കെ സത്യം തന്നെയല്ലേ? ചേച്ചി വിളിക്കുന്നിടത്ത് ഏതിനാണെന്ന് പോലും ചോദിക്കാതെ കയറി ചെല്ലുകയും ചേച്ചിക്കും എൽസയ്ക്കും വേണ്ടിയിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാൻ തയ്യാറായി നിൽക്കുന്നവരല്ലേ നമ്മൾ. നമ്മളോട് തന്നെ വേണമായിരുന്നോ എന്നുകൂടി അവർ പറയാണ്. എന്നാൽ ഇതേ സമയത്ത് ഹോസ്പിറ്റലിൽ അലീന ചെന്ന്
വല്യപ്പച്ചനോട് പറയുന്നുണ്ട്. എന്നോട് എല്ലാ സത്യങ്ങളും ടാനിയ തുറന്ന് പറഞ്ഞു വല്യപ്പച്ച. എന്നാൽ അവൾ മറ്റൊരു കഥ കൂടി പറഞ്ഞു, ഏതോ ഒരു റോണിയെക്കുറിച്ചിട്ട്. അവളും ആ റോണിയും തമ്മിൽ അടുപ്പത്തിലാണ് പോലും. അവർ തമ്മിലുള്ള സ്നേഹബന്ധമാണ് ഇതിനെല്ലാത്തിനും കാരണമായതെന്നാണ് അവളിപ്പോൾ ധരിച്ചു വെച്ചിരിക്കുന്നത്. എന്നാൽ അതിനേക്കാളും വലിയ മറ്റൊരു തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. ഇവളുടെ ഈ പ്രണയബന്ധം അറിഞ്ഞ ജെറി വീട്ടിൽ ചെന്ന് എൽസാമ്മച്ചിയെയും ടാനിയയെയും അടിക്കുകയൊക്കെ ചെയ്തിരുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് എൽസാമ്മച്ചി തെറിച്ച് വീണിരിക്കുന്നത്. തെറിച്ച് വീണതല്ല, അവൻ വലിച്ചിട്ടത് തന്നെയാണ് വല്യപ്പച്ച എന്ന് പറയാണ്. വല്യപ്പച്ചൻ പറയുന്നുണ്ട്, എന്തൊക്കെയാണ് കുഞ്ഞെ ഈ കേൾക്കുന്നത്? ഇത്രയ്ക്ക് ദുഷ്ടനാണോ ആ ചെറുക്കൻ? അവൻ്റെ മുഖത്തത് എഴുതി വെച്ചിട്ടുണ്ട് എന്ന് പറയാണ്. എന്നിട്ട് വല്യപ്പച്ചൻ പറയുന്നുണ്ട്, ഇത്രയൊക്കെ ചെയ്തിട്ടും ഈ റീത്തയുടെ വാക്കു മോച്ചാനിച്ച് പിന്നാലെ നടക്കുന്നത് എന്തിനാണെന്നാ എനിക്ക് മനസ്സിലാവാത്തതെന്ന് വല്യപ്പച്ചൻ പറയുന്നുണ്ട്. വല്യപ്പച്ചനോടായിട്ട് അലീന പറയാണ്, അതിനവരെ കുറ്റം പറയാൻ പറ്റത്തില്ല വല്യപ്പച്ച. അവർ ആരുമില്ലാതെ നടന്നിരുന്ന കുട്ടികളാണ്. അവർക്കെല്ലാമായിട്ട് അവരുടെ കൂടെ നിന്നിരുന്നത് ഈ പറയുന്ന റീത്താമ്മച്ചിയും. അപ്പോൾ അവൾക്ക് അങ്ങനെ എന്താ പറയുക, നന്ദികേട് കാണിക്കാൻ അവളെ കൊണ്ട് പറ്റുന്നില്ല. അതാണ് സത്യാവസ്ഥ. പക്ഷേ വല്യപ്പച്ച, മറ്റൊന്നുണ്ട്. വല്യപ്പച്ചൻ ചെന്ന് റീത്തയോട് ചോദിക്കണം അവളെ അടിച്ചത് എന്തിനാണെന്ന്, സത്യങ്ങളൊക്കെ അവൾ പറഞ്ഞതിനാണോ എന്ന്. എൻ്റെ കയ്യിലെ ഈ മുറിവുണ്ടല്ലോ, അതും വല്യപ്പച്ചൻ ഇപ്പം തന്നെ ചോദിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വല്യപ്പച്ചനെയും കൂട്ടി അലീന റീത്തയുടെ മുമ്പിലേക്ക് നടക്കുകയാണ്. വല്യപ്പച്ചൻ അലീനയോടായി ചോദിക്കുന്നുണ്ട്, ആരോടും ഒന്നും ചോദിക്കണ്ട പറയണ്ട എന്ന് പറയുന്ന നീ ഇപ്പോൾ എന്തുകൊണ്ടാണ് എന്നെയും വലിച്ചിങ്ങനെ റീത്തയുടെ മുമ്പിലേക്ക് പോകുന്നതെന്ന്. അലീന പറയാണ്, എപ്പോഴും വേണ്ട വേണ്ട എന്ന് നമ്മൾ വെക്കും തോറും അവർക്ക് ഞങ്ങളുടെ മേലുള്ള അധികാരവും അവകാശവും കൂടി ആക്രമണങ്ങൾ കൂടല്ലേ വല്യപ്പച്ച ചെയ്യുന്നത്. വല്യപ്പച്ചനാവുമ്പോൾ അതിൻ്റേതായ മയത്തിലും രീതിയിലുമായിരിക്കും സംസാരിക്കുക. എന്നാൽ പപ്പ അങ്ങനെ ആയിരിക്കില്ല. വെട്ടൊന്ന് മുറി രണ്ട് എന്ന അർത്ഥത്തിൽ തന്നെ ആയിരിക്കും. അതുകൊണ്ട് പപ്പ വേണ്ട, വല്യപ്പച്ചൻ തന്നെ മതിയെന്ന് പറഞ്ഞുകൊണ്ട് അലീന വല്യപ്പച്ചനുമായി റീത്തയുടെ അരികിലേക്ക് ചെല്ലുന്നുണ്ട്. ഇവർ ചെല്ലുന്നത് കാണുന്ന റീത്ത മുഖം തിരിച്ച് തന്നെ ഇരിക്കുകയാണ് കേട്ടോ. ഇത്രയൊക്കെ സംഭവങ്ങൾ അവിടെ ഉണ്ടായതിൻ്റേതായിട്ടുള്ള ചെറിയൊരു ബുദ്ധിമുട്ട് റീത്തയുടെ മുഖത്ത് കാണുന്നുണ്ട്. ജെറിയുടെ കാര്യങ്ങൾ അലീന പറഞ്ഞ് വല്യപ്പച്ചൻ അറിയാമായിരിക്കുമെന്നും അതേപോലെ തന്നെ അലീനയുടെ ദേഹത്തുണ്ടായ മുറിവ് ജെറി വിളിച്ച് എന്തായാലും റീത്താമ്മച്ചിയോട് പറഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എല്ലാം തന്നെ. എന്നാൽ സേവിച്ചൻ ഇതൊന്നും മനസ്സിലാവാതെ അവിടെ തന്നെ നിൽക്കുകയാണ് കേട്ടോ. എന്നാൽ അലീനയും ടാനിയെയും മാറി നിന്ന് സംസാരിച്ചതിന് ടാനിയെ അടിച്ചു എന്ന കാര്യം മാത്രം സേവിച്ചനോട് റീത്താമ്മച്ചി പറഞ്ഞിരുന്നു. അലീനയും വല്യപ്പച്ചനും അവിടേക്ക് ചെല്ലുന്ന സമയത്ത് സേവിച്ചൻ അതിനായിട്ട് ടാനിയയെ വഴക്ക് പറയുകയായിരുന്നു. ഇതേ സമയത്ത് വല്യപ്പച്ചൻ ചെന്ന് റീത്തയോട് ചോദിക്കുന്നുണ്ട്, അവർ സഹോദരങ്ങൾ രണ്ടുപേരും നിന്ന് സംസാരിച്ചതിന് എന്തിനാടി നീ ആ മോളെ അടിച്ചതെന്ന്. ടാനിയയെ അടിച്ചത് ചോദ്യം ചെയ്യാനായി വന്ന വല്യപ്പച്ചൻ്റെ മുഖത്തു നോക്കി റീത്താമ്മച്ചി ഒരു ചെറിയ നാണം കെട്ട പുഞ്ചിരിച്ച് ഇരിക്കുകയാണ്. കാരണം ഇത്രയും നാളുമില്ലാത്ത ചോദിക്കാനും പറയാനൊക്കെ ആൾക്കാർ വന്നിരിക്കുന്നു എന്നൊരർത്ഥത്തിലായിരുന്നു ആ ചിരി. റീത്തയുടെ ആ കളിയാക്കിക്കൊണ്ടുള്ള ചിരി തന്നെ വല്യപ്പച്ചന് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. എങ്കിലും വല്യപ്പച്ചൻ ചോദിക്കുന്നുണ്ട്, നീയും നിൻ്റെ മകനും കൂടിയും എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് എൻ്റെ കുഞ്ഞിൻ്റെ മെക്കിട്ട് കയറാൻ നടക്കുന്നോടി നീയും നിൻ്റെ മകനും ഒക്കെ കൂടി. ദേ ഇവളെ അവൻ കാട്ടിവെച്ച് പോയത് കണ്ടില്ലേ, അത് കഴിഞ്ഞിട്ട് അടുത്തവളുടെ മെക്കിട്ട് നീയും കയറുന്നോടി എന്ന് വല്യപ്പച്ചൻ വളരെ ദേഷ്യത്തോടു കൂടി ചോദിക്കുന്നത് കാണുന്ന അലീനയെ ഒന്ന് പേടിക്കുന്നുണ്ട്. കാരണം വല്യപ്പച്ചൻ ഒന്ന് കൂളായിട്ട് സംസാരിക്കുമല്ലോ എന്ന് കരുതിയിട്ടാണ് വല്യപ്പച്ചനുമായിട്ട് അലീന വന്ന് നിൽക്കുന്നത്. എന്നാൽ വല്യപ്പച്ചൻ്റെ ഭാവം കണ്ട അലീന വല്യപ്പച്ചനെ കൂളാക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ വല്യപ്പച്ചൻ അതേ സമയത്ത് എല്ലാ പിടിയും കയ്യിൽ നിന്ന് വിട്ട് തന്നെയാണ് നിൽക്കുന്നത്. റീത്താമ്മച്ചി മറുപടിയായി വല്യപ്പച്ചനോട് പറയുന്നത്, കിളവങ്കാർന്നോരെ അവിടെ എവിടെയെങ്കിലും മുക്കിലും മൂലയിലും മിണ്ടാതെ അവിടെ ഇരുന്നോ. മരുമോളുടെ അവകാശവും പറഞ്ഞ് എന്നെ ചോദ്യം ചെയ്യാനെങ്ങാനും വന്നാലുണ്ടല്ലോ 2 ദിവസം മുമ്പേ 8 അടി പെട്ടിയിലേ ഞാനങ്ങ് കയറ്റി കിടത്തും നിങ്ങളെ എന്ന് പറയാണ്. കരണം പുകച്ച് എന്ന് പറയുന്ന പോലെ തന്നെ
വല്യപ്പച്ചൻ്റെ കയ്യിൽ നിന്നും കിട്ടി ഈ പറയുന്ന റീത്താമ്മയുടെ മുഖത്തിട്ട്. റീത്താമ്മ ഒന്ന് പുകഞ്ഞു പോയി. ആ അടി ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. എവിടെ നിന്നാണ് തനിക്ക് അടി കിട്ടിയതെന്ന് പോലും റീത്താമ്മച്ചിക്ക് ഒന്ന് ചിന്തിക്കേണ്ടി വന്നു. അമ്മാതിരി അടിയായിരുന്നു വല്യപ്പച്ചൻ്റെ കയ്യിൽ നിന്നും കിട്ടിയത്. അടി കഴിഞ്ഞ് വല്യപ്പച്ചൻ പറഞ്ഞു, നീയേ 2ഉം 3ഉം 4ഉം വട്ടമല്ല എൻ്റെ മുഖത്ത് നോക്കി കിളവൻ കാർന്നവരെന്നും വയസ്സം കാർന്നവരെന്നും എന്തൊക്കെയാണ് നീ എന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന്. ഒന്നില്ലെങ്കിൽ നിൻ്റെ അപ്പൻ്റെ പ്രായമില്ലേടി എനിക്ക്. ഒരു മര്യാദ വേണ്ടേ സംസാരിക്കുന്നതിന്? എല്ലാം കണ്ടു നിന്ന സേവിച്ചന് പോലും വല്യപ്പച്ചനെ ഒന്ന് തടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. എന്നാൽ റീതാമ്മച്ചിയുടെയോ സേവിച്ചൻ്റെയോ മറുപടി കേൾക്കാതെ വല്യപ്പച്ചൻ എൽസയ്ക്കരികിൽ ചെന്ന് നിന്ന് ചോദിക്കുന്നുണ്ട്, എന്തിനാടി നാണം കെട്ട് ഇങ്ങനെ ഓരോന്നിൻ്റെയൊക്കെ കൂടെ ജീവിക്കുന്നത്? ഇതിനേക്കാളും നല്ലതേ അങ്ങ് കർത്താവിനരികത്തേക്ക് 2 ദിവസം മുമ്പ് എത്തിച്ചേരുന്നതാടി എന്ന് വല്യപ്പച്ചൻ പറയാണ്. ഇത് കേട്ട് ടാനിയ മോളും അതിശയത്തോടു കൂടി വല്യപ്പച്ചൻ്റെ മുഖത്ത് നോക്കി നിന്ന് കരഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. തുടർന്നുള്ള എപ്പിസോഡുമായി മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നതായിരിക്കും. നിങ്ങൾക്കേവർക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.